വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ന്യൂസ് ട്രെൻഡ്സ്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാർ എന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരിത്തിന്റെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് MR അജിത് കുമാറാണ്. എന്തു പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത്ത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു. 2022 ജൂൺ 8-ന് തന്നെ പിടിച്ചുകൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഉപദ്രവിച്ചത്. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തിയെന്നും ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയും സഹോദരിയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും സരിത്ത് വെളിപ്പെടുത്തുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഞാൻ നിങ്ങളെ വിളിക്കാനിടയായ സാഹചര്യം ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ദല്ലാളായി ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഷാജ് കിരൺ ഞങ്ങളോടൊരു വെളിപ്പെടുത്തൽ നടത്തി. അതിൽ ഈ MR അജിത് കുമാറും ഷാജ് കിരണും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും അങ്ങനെ MR അജിത് കുമാർ ഷാജ് കിരൺ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മൂവ്മെന്റ്സ് എന്താണ്? പാലക്കാട് HRDS നിങ്ങളുണ്ട്, അവിടേക്ക് നിങ്ങളെ കാണാൻ ഷാജ് കിരൺ വരികയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഷാജ് കിരൺ അറിയത്തില്ല നമ്മൾ സ്വപ്ന സുരേഷ് 164 കൊടുക്കാൻ പോകുന്നു എന്ന് ഷാജ് കിരൺ അറിയത്തില്ലായിരുന്നു. ഇല്ല, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങളെ അവിടെ നിന്ന് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് ഗൂൺസ് ആയിരുന്നു അത്. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്രതികരണം, വ്യക്തമായ ഒരു പ്രതികരണം ആളുകൾക്ക് മുമ്പിൽ അല്ലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ എടുത്തു ചോദിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിച്ചത്? ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ഞാൻ താങ്കളടുത്ത് പറയാം. അതായത് നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു രാവിലെ നമ്മുടെ ഓഫീസിൽ ഇറങ്ങാൻ പോയ സമയത്ത് അപ്പൊ സ്വപ്ന ഓഫീസിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് ആക്ച്വലി അത് കുറച്ച് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുമായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി പോയതിനു ശേഷം വന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലാറ്റിൽ ഒന്ന് ബെല്ലടിച്ചു. അപ്പൊ ഞാൻ തുറന്നപ്പോഴത്തേക്കും ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു. അവരെന്റെ ചോദിച്ചു സ്ഥലത്താണോ? ഞാൻ പറഞ്ഞ ആദ്യം സ്ഥലത്താണ്. സ്ഥലത്തെ ഫോൺ എന്തെങ്കിലും ചോദിച്ചു. അപ്പം ആക്ച്വലി ഇത് നമുക്കൊരു ഷോക്കല്ലോ, ഒരു പെട്ടെന്ന് കുറച്ച് ആൾക്കാർ നമ്മുടെ ഫ്ലാറ്റിൽ ചോദിക്കുന്നത് സ്ഥലത്താണോ. അപ്പം ഞാൻ പറഞ്ഞ ആ സ്ഥലത്താണ്. പക്ഷെ ഫോണും ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ സ്ഥലത്താണെന്ന് പറഞ്ഞു തീർന്ന മുന്നേ ഒരു 4-5 ആൾക്കാർ എന്നെ പിടിച്ച് വലിക്കുകയാണ്. അത് പിടിച്ചു വലിക്കാൻ ഭയങ്കര കമ്പൾസറി ആയിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ച് ബലപ്രയോഗം നടന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു 4-5 ആൾക്കാർ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം കൂടി ചേർന്ന് എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചങ്ങ് എടുത്തു. എന്നെ ഒരു സ്വിഫ്റ്റ് കാറിൽ കൊണ്ട് കയറ്റുവാണ്. അപ്പൊ അവിടുന്ന് ആ സമയത്ത് ആ ഫ്ലാറ്റിൽ കുറെ ബോളം ഉണ്ടാവുന്നു. അപ്പം നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടില് 2-3 ആൾക്കാർ ഇറങ്ങി നോക്കുവാണ്. ഭയങ്കര ബോളം കേൾക്കുന്ന ആൾക്കാരെ നോക്കുകയാണ്. അപ്പൊ ഈ വന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ബലപ്രയോഗം നടത്തി എന്നെ ഒരു വണ്ടി കയറ്റുന്നു, എന്റെ ഫോൺ പിടിച്ചു മേടിക്കുന്നു. അങ്ങനെ ഭയങ്കര എന്നെ വണ്ടിക്ക് ഒരു സ്വിഫ്റ്റ് കാറില് സ്വിഫ്റ്റ് ഡിസയർ ആണെന്ന് തോന്നുന്നു, സ്വിഫ്റ്റ് റിമെമ്പർ ഫ്രണ്ട് മാത്രം നീ കാണുമായിരുന്നു. ആ വണ്ടിക്കകത്ത് കയറ്റുന്നു. അവർ ഈ പാലക്കാട് സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങുവാണ്. അവർക്ക് എപ്പം പോകുമ്പോൾ എനിക്കറിയാം ഞാൻ നടുക്കിയിരിക്കുന്നു, ബാക്കി ആൾക്കാർ ബാക്കി ഇരിക്കുന്നു, ഫ്രണ്ടിലെ ആൾക്കാർ ഇരിക്കുന്നു. എന്റെ ഫോൺ പിടിച്ചു വയ്ക്കുന്നു. അവർ ഫോണിൽ ആരുടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഈ പാലക്കാടിന്റെ എനിക്ക് പാലക്കാട് സിറ്റി ഒരു 2-3 ആഴ്ചയായിട്ട് അറിയാം. ഓക്കെ. അവര് നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ 3-4 പ്രാവശ്യത്തിന് ഓടുകയാണ്. എങ്ങോട്ട് പോകുന്നു അറിയാൻ പാടില്ല അവർക്ക്. അവരിങ്ങനെ കുറെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കുറെ കഴിഞ്ഞപ്പോ അവർക്ക് ഫോൺ കോൾ വന്നു. അപ്പം എന്നെ നോക്കിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ആള് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് സ്ഥലത്ത് പോകാൻ കണ്ട സ്ഥലത്തിന്റെ ഫോണിന്റെ പാസ്വേഡൊക്കെ അറിയാലോ. ഞാൻ ഉപയോഗിക്കുന്ന ഫോണിലെ പാസ്വേഡ് എനിക്കറിയാം എന്നും പറഞ്ഞ് എന്നെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് കയറ്റുവാ. അപ്പൊ ഇതാരാന്ന് നിങ്ങൾ ചോദിച്ചില്ല? ഞാൻ നിങ്ങൾ ആരാണ്? അത് പറയാം നമുക്ക്. അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾ ആരാണെന്ന് പറയാം. അപ്പൊ പോകുന്ന വഴിക്ക് എന്നോട് ചോദിക്കുന്നതാണ്, സ്വപ്ന സുരേഷ് ഇന്നലെ 164 കൊടുത്തല്ലോ, എന്തൊക്കെയാ കൊടുത്തത്, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരാന്ന് അറിയത്തില്ല.
ആ വണ്ടിക്കകത്ത് നിന്ന് ഭയങ്കര ബലപ്രയോഗം നടത്തുക. എന്റെ കൈ പിടിച്ചിരിക്കുന്നു പറയുന്ന പറഞ്ഞ് കുറെ അറിയാലോ നമുക്ക് ബലപ്രയോഗം നടത്തുന്നത്. മനസ്സിലായി. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ യഥാർത്ഥത്തിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയതിന്റെ ഉദ്ദേശം സ്വപ്ന രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ്. ആ പോകുന്ന ചോദിക്കുന്നതാണ്. അപ്പൊ എന്നെ ചോദിക്കുന്നു സ്ഥലത്തിന്റെ ഫോണിന്റെ പാസ്വേഡ് പറയും. അപ്പൊ ഞാൻ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, ഞാൻ എന്റെ ഫോണിന്റെ പാസ്വേഡ് പറയത്തില്ല, നിങ്ങൾ എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് എന്താ ഭാഷ പോകുന്നവർക്ക് ചോദിക്കുക. സ്വപ്ന ഇന്നലെ 164 കൊടുത്തില്ല, അതിൽ ആരൊക്കെയാണ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് കൊടുത്തത്, ആരുടെ പേരാണ് പറഞ്ഞത്? അപ്പൊ ഞാൻ ക്ലിയർലി ഞാൻ 164 കൊടുത്തത് സ്വപ്നയാണ്, എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താണ് അകത്ത് പോയി പറയുന്നുള്ളത്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം വക്കീലുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് ഇത് മാത്രം അറിയത്തില്ല. ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ കുറെ ചുറ്റി നടന്നില്ല. ഒരു ബിൽഡിംഗിൽ കൊണ്ട് കയറ്റി തന്നെ, ഒരു ബിൽഡിംഗിൽ കൊണ്ട് കയറ്റി ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പോവുക. പിന്നെ അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴത്തെ കുറെ ടാഗ് ഇട്ടിട്ട് ആൾക്കാർ വന്നു, കേരള പോലീസിന് ടാഗ് ഇട്ട ആൾക്കാർ വന്നിട്ട് ഇത് നമ്മുടെ കേരള പോലീസാണ്, നമ്മുടെ വിജിലൻസ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ എനിക്ക് കേരള പോലീസിനെ അറിയാം, വിജിലൻസ് അറിയാം, എനിക്ക് അതിലൊന്നും കേസില്ല, എനിക്ക് മറ്റേ ഈ സ്വർണ്ണക്കടത്ത് കേസില് നാഷണൽ ഏജൻസി ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് കുറച്ച് ഒരു വെള്ള പേപ്പർ എന്റെ കൊണ്ടുവന്നിട്ട് പറയാ, നിങ്ങൾ ഇതിൽ എഴുതൂ, നിങ്ങളുടെ ഫോണ് വിജിലൻസ് മേടിച്ചു വെക്കുകയാണ്, വിജിലൻസ് ആണ് നിങ്ങളെ കൊണ്ടുവന്നത്, ഈ സമൻസിൽ ഒപ്പിടൂ. അപ്പൊ ഒരു സമൻസ് ഒരു ഇന്നത്തെ എന്നെ കൊണ്ടുപോയ ഡേറ്റിൽ സമൻസ് കാണിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒപ്പിടത്തില്ല, ഈ വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിടത്തില്ല, കാരണം എന്നെ കൊണ്ടുവന്നായിരുന്നു എനിക്ക് അറിയത്തില്ല. അതായത് ഈ 2022 ജൂൺ 8 കാര്യമാണ് പറയുന്നത്. ജൂൺ 8 എനിക്ക് ഓർമ്മ, 2022 എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ജൂൺ 8 അന്നത്തെ സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷാക്കിരണും MR അരുൺകുമാറും തമ്മിൽ സംസാരിച്ച അന്നത്തെ. അതെ. അപ്പൊ എന്റെ വെള്ള പേപ്പർ ഇതിൽ ഒപ്പിടില്ല, നിങ്ങളുടെ കൈവശത്തിൽ എഴുതും, നിങ്ങളുടെ മൊബൈല് വിജിലൻസിന് സബ്മിറ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇന്നലെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് കേസില്ല, എനിക്ക് കേരള പോലീസിലും എനിക്ക് വിജിലൻസിലും എനിക്ക് എന്റെ കേസില്ല. അപ്പൊ എന്തിനാണ് നിങ്ങൾ? അപ്പം ഇതിപ്പോ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു മാനിപ്പുലേഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നതാണുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവിടുന്ന് റിലീസ് ആകുന്നത് എന്ത് പറഞ്ഞാണ് നിങ്ങളെ പിന്നീട് അവിടുന്ന് വിട്ടയക്കുന്നത്? റിലീസ് ആവുന്നത് എനിക്ക് വെളിയിൽ നിന്നൊക്കെ അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എന്നെ വെളിയിൽ കാണിച്ചേക്കണ്ട കുറെ പത്രക്കാർ വെളിയിൽ നിൽപ്പുണ്ട്. അവർ നിങ്ങളെ കാത്താണ് പത്രക്കാരിലാണ് വെളിയിൽ നിൽക്കുന്നത്. നിങ്ങൾ വെളിയിൽ പോകുമ്പോഴത്തേക്കും പ്രതികരിക്കരുത്, നിങ്ങളുടെ HRDS നിങ്ങളുടെ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയിൽ നിങ്ങൾ കയറുക, മിണ്ടാണ്ട് പോവുക, പ്രതികരിക്കുക, ഒന്നും നിൽക്കരുത്. ഇത്രയാണ് പറഞ്ഞത്. ഇത്രയാണ് എന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, ഈ MR അജിത് കുമാർ വിജിലൻസ് തലപ്പത്ത് നിന്ന് പെട്ടെന്ന് ഈ ഷാസ്റ്റുടനുമായി ഈ വിവാദങ്ങൾക്കിടയിൽ സംസാരിച്ചു എന്ന പേരിൽ അടക്കം അച്ചടക്ക നടപടി നേരിട്ടാണ് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. പിന്നീട് മാസങ്ങൾക്കിപ്പുറം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലെ നിർണായകമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. അപ്പോൾ ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് കാരണമായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ചില വിവരങ്ങൾ MR അജിത് കുമാറിന്റെ പക്കലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ കാരണം അറിയാമോ? എനിക്കറിയത്തില്ല, എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന വിജിലൻസ് ആണോ അതോ പോലീസാണോ അതോ ഗുണ്ടകളാണോ എനിക്കറിയത്തില്ല. ഒരു പറ്റം ആൾക്കാർ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ റിലീസ് ആവുന്ന ഞാൻ ബിൽഡിങ്ങിന്റെ വെളിയിറങ്ങി നോക്കുമ്പോഴത്തേക്കും അവിടെ കേരള പോലീസിനൊക്കെ കുറെ എംപ്ലോം ഉണ്ട്, മാധ്യമക്കാരെല്ലാം പുറത്തു നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇവിടെ നിന്ന്, അതായത് ഈ സ്വപ്നയും കുടുംബവും ഈ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന കേസ് വരുന്നു, വലിയ തരത്തിൽ വാർത്തയാകുന്നു. അതിൽ തൊട്ട് പിന്നാലെ സരിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നൊരു ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. അതിനെ ആരാണ് ഇവരെ സഹായിച്ചത്? അത് നിങ്ങൾക്ക് ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമില്ല. കാരണം എന്താ പറയുമ്പോൾ ഞാൻ ആ സമയത്ത് കസ്റ്റഡിയിൽ പോകുന്നു, കസ്റ്റംസ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കസ്റ്റഡി ഇരുന്നപ്പോഴാണ് അറിയുന്നത്. സന്ദീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പ്രതി സന്ദീപ് എസ് നായർ, അതെ പുള്ളി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ മൊബൈലിൽ ശിവശങ്കർ എന്ന് നമ്മുടെ ശിവശങ്കർ അറിയാലോ, ആ സമയത്ത്
മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. പുള്ളിക്കാരൻ സന്ദീപിന്റെ ഫോണിൽ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ശിവശങ്കർ സാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങളോട്? ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ടുണ്ട്. അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ്. ഈ MR അജിത് കുമാർ. അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോഴും ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു. അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാ സോൾവ് ചെയ്ത് പറഞ്ഞോളാം. ഓക്കെ എന്നായിരുന്നു M ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ വരെ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി. അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം. നിങ്ങൾ ഈ പോകുന്ന വഴി നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ. നിങ്ങളൊരു വക്കീലുണ്ട്. ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കി കിട്ടുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബലല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ, അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കേണ്ട കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീല് കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയി. ഇല്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപ് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച പോലെ ശരത്ത് പൂജപ്പുര ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടന്നു. അവിടെ ശരത്തിനൊപ്പം സന്ദീപ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചനകൾ സന്ദീപ് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അതെ, സന്ദീപ് നമ്മുടെ ഒരു കസ്റ്റഡിയാണ്. സന്ദീപ് ഞാനും കൂടെ പൂജപ്പുര സെൻട്രൽ ജയിലിലും ഈ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലിലും സന്ദീപ് ഞാനെല്ലാം ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തെങ്കിലും കാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? സന്ദീപ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ദീപ് എന്താണ് പറഞ്ഞത്? MR അജിത് കുമാർ അല്ലല്ല, ശിവശങ്കർ സാറ് സന്ദീപിന്റെ ഫോൺ വിളിച്ച് ഇൻസ്ട്രക്ട് ചെയ്യുന്ന അജിത് സാറ് പറഞ്ഞ റൂട്ടിൽ പോവാവൂ. അജിത്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന റൂട്ടിൽ മാത്രം നിങ്ങൾ പോവാവൂ. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ഇതാണ് സന്ദീപിനോട് ശിവശങ്കർ പറഞ്ഞത്. ഈ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതെ. ഓക്കെ, അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവിടെ വെച്ച് മാപ്പ് സാക്ഷിയാകുകയാണ്. ഈ സന്ദീപ് മാപ്പ് സാക്ഷിയാകുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായിരുന്നു. നിങ്ങളോട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പലതവണ നിങ്ങളെ ചോദ്യം ചെയ്തു, നടപടികളിലേക്ക് കിടക്കുന്നു. പക്ഷേ ആ മാപ്പ് സാക്ഷിയാക്കണമോ എന്ന തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ മാപ്പ് സാക്ഷി ആക്കണമെന്നുള്ളതല്ല. ഇത് സന്ദീപ് ആക്ച്വലി അവിടുന്ന് മാപ്പ് സാക്ഷി എന്നേടെ മാപ്പ് സാക്ഷി ആയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ. അതെ, അവിടെ വെച്ച് സന്ദീപ് ആക്ച്വലി മാപ്പ് സാക്ഷി ആയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം പിന്നെ ട്രിവാൻഡ്രം പൂജപ്പുറ സെന്ററിൽ വന്നതിന് ശേഷം സന്ദീപ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം സന്ദീപിന് ഭയങ്കര ഫേവറബിൾ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഈ പൂജപ്പുരയില് സെൻട്രൽ ജയിലില്. അപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് സന്ദീപ് ഇഡിക്കെതിരെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇഡി സന്ദീപിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു. അതെ അങ്ങനെ ലെറ്റർ സന്ദീപ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്ദീപ് എന്തെന്ന് പറയണ്ട, എടാ ഇതേപോലെ പറയാം, എടാ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കൊടുത്ത ലെറ്റർ പോലെ നീയും കൊടുക്ക്. അതായത് ഇഡിയും ബാക്കി സ്വപ്നയും കാര്യങ്ങളെല്ലാം നിന്നെ പ്രഷർ ചെയ്യുന്നു, ഗവൺമെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ നീയും എന്തെങ്കിലുമൊക്കെ പറയും. അതായത് ഇഡി അതിനുവേണ്ടി നിങ്ങളെ വലിച്ചിഴക്കുകയാണ് എന്ന് പറയാൻ പറഞ്ഞു. സന്ദീപ് നിങ്ങൾ പറയുകയാണ്. എക്സാക്ട്ലി കറക്റ്റ്. സന്ദീപ് അത്ര ഒരു ലെറ്റർ കൈമാറുകയും ചെയ്തു. സന്ദീപ് ഓൾറെഡി കൊടുത്തായിരുന്നു. അപ്പൊ സന്ദീപ് എന്റെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ മറ്റേ അവിടുത്തെ സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും കാര്യങ്ങളെല്ലാം സന്ദീപിന് സപ്പോർട്ട്. അപ്പൊ സന്ദീപ് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ അവര് പറയുമ്പോൾ ലെറ്റർ കൊടുത്തതിനാൽ നിനക്ക് ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഫുൾ ഫെസിലിറ്റി നിനക്ക് കിട്ടും. ഞാനിവിടെ എനിക്കിവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയല്ലേ, അതേപോലെ നിനക്കവിടെ ഫുൾ ഫെസിലിറ്റി കിട്ടും. അതേപോലെ പിന്നെ ഏതെങ്കിലും ഒരു കേസിൽ അപ്പൂർവം കൂടെ ആക്കാം. അതായത് നിങ്ങളെ മാപ്പസാക്ഷിയാക്കി സേഫ് ആക്കാമെന്ന് സന്ദീപ് നിങ്ങളോട് പറയാം. എക്സാക്ട്ലി കറക്റ്റ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ എന്തോ പ്രതികരണമാണ് നടത്തിയത്? എന്റെ പൊന്നിടിയ സത്യമുള്ളേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ശരിയെന്ന്, പിന്നെ തിരിച്ച് വെളിയിറങ്ങി നമ്മൾ ഖേദിക്കണ്ടേ? അതേപോലെ പറയും എന്താണ് ചെയ്തത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ആക്ച്വലി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴത്തേക്കും സൂപ്രണ്ടും അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടും എന്റെ അടുത്തൊന്ന് എന്നെ നേരിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സന്ദീപ് കൊടുത്ത പോലെ ലെറ്റർ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയും നിന്റെ ചേച്ചിയും എല്ലാം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും, അവരെയും കുറെ കേസിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതെ ഇതിനെതിരെ ഞാനവിടെ NI കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പത്തേക്കും പിന്നെ അവരതിനെ കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതായത് അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എന്റെ കൂടെ കിടക്കുന്ന ആൾക്കാരും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ മീൻസ് നമ്മുടെ സിഗരറ്റോ കാര്യങ്ങളും ഉപയോഗിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ ബഹളം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു എന്തൊക്കെയോ കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ കോടതിയിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കോടതി ഞാൻ പറഞ്ഞു കോടതി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ എന്തെങ്കിലും സിഗരറ്റോ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബഹുമാനത്തെ കോടതി ഞാൻ തയ്യാറാണ് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലഡിൽ എന്തെങ്കിലും ഇത് കാണുമല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെ കോടതി എനിക്ക് മനസ്സിലായി. ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഒരു ഒറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം, ഞാൻ അതാണ് അവസാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ MR അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ക്രമസമാധാന ചുമതലയിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലേക്ക് തിരികെ വന്നതിന് പിന്നിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് പറയപ്പെടുന്ന സഹായം, അല്ലെങ്കിൽ M ശിവശങ്കറിന് ചെയ്തു നൽകി എന്ന് പറയപ്പെടുന്ന സഹായം ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആ കേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ അച്ചടക്ക നടപടി നേരിട്ടിട്ടും ഇങ്ങനെ ഒരു പദവിയിലേക്ക് തിരികെ എത്താൻ കാരണമായത് ആ സമയത്ത് M ശിവശങ്കറിനെ അദ്ദേഹം സഹായിച്ചതിന്റെ പേരിലാണോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓ മൈ ഗോഡ്, അത് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നില്ലയോ പക്ഷേ രഹസ്യം എന്ന് പറയും പോലെ അത് കറക്റ്റാണത് കാര്യങ്ങള്. പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ഒരു വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതുമായി ഒരു നിയമപരമായി നിങ്ങൾ മുമ്പോട്ട് നീങ്ങാതിരുന്നതിന്റെ കാരണം വ്യക്തിപരമായ കാരണമാണോ അതോ ഭയപ്പെട്ടിട്ടാണോ, അങ്ങനെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടാണോ? ഇല്ല, ഭയപ്പെട്ടതൊന്നുമല്ല. MR അജിത് കുമാർ എന്ന പുള്ളി ഈസ് എ വെരി പവർഫുൾ പേഴ്സൺ. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരുപാട് സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ട് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ മുഖ്യമന്ത്രിയെയോ ആഭ്യന്തര വകുപ്പിനെയോ ഒരു ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അജിത് കുമാറിന്റെ പക്കലുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ സമയത്തെ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ? എനിക്ക് മനസ്സിലാവും. ഒന്നുകൂടെ പറയാം, എനിക്ക് എന്റെ കൺഫ്യൂഷൻ ആയി ഒന്ന് പറയാമോ? ക്ലിയർ. അതായത് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ
ഹോം ഡിപ്പാർട്ട്മെന്റിനെയോ ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ എം.ആർ. അജിത് കുമാറിന്റെ കൈവശമുണ്ട്. അത് പേടിച്ചിട്ടാണ്, അത് സമ്മർദ്ദത്തിലാക്കുമോ ഗവൺമെന്റിനെ എന്നുള്ള പേടി കാരണമാണ് അജിത് കുമാറിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ട് നടപടിയെടുക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, അതിൽ ആക്ച്വലി ഞാൻ പറയാമല്ലോ, ഇതിനേക്കാളും ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു നമ്മുടെ ശിവശങ്കർ സാറ്. എം.ആർ. അജിത് കുമാറിനേക്കാളും ഏറ്റവും വലിയ വിശ്വസ്തന ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് കേരള ഗവൺമെന്റിലെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ സാറ്. പുള്ളിക്കെതിരെ നമ്മൾ പറഞ്ഞു, പുള്ളിക്കെതിരെ കുറച്ച് കേസെടുത്തു, ഒന്നും ആയിട്ടില്ല. അപ്പം പുള്ളി ഇപ്പോഴും അവിടുത്തെ ഇപ്പോഴും പുള്ളിക്ക് എന്തോ ഹിഡൻ ഹാൻഡ്സ് ഉണ്ട്. കേരള ഗവൺമെന്റിൽ ഏറ്റവും വലിയ ശക്തനായ നിൽക്കുന്നത്. അധികാരത്തിലില്ലെങ്കിലും അല്ലെങ്കിൽ സ്ഥാനത്തില്ലെങ്കിലും ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയത് ഒരു 2-3 മാസം മുന്നേ പുള്ളിക്ക് മെഡിക്കൽ 2 ലക്ഷം രൂപ എന്തോ ഗവൺമെന്റ് അലോ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതായത് അദ്ദേഹം ഗവൺമെന്റ് കൃത്യമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെപ്പോലും സാധാരണക്കാര് ഈ എന്ത് പറയാൻ അജിത് കുമാറിനെ വെച്ചാൽ പുള്ളിയാരും നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശിവശങ്കർ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം കേൾക്കുന്നത് ശാസ്കിരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടില്ലേ? പിന്നെ ഇതിന്റെ അപ്പുറം ഞാൻ ആരടുത്താണ് പോയി പറയേണ്ടത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സരിത്ത് ന്യൂസ് 18നോട് നൽകുന്നത്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ അന്ന് റൂട്ട് പറഞ്ഞു കൊടുത്തത് എം.ആർ. അജിത് കുമാർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിന്റെ നിർണായക വെളിപ്പെടുത്തലാണത്. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് എം.ആർ. അജിത് കുമാർ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു, തറപ്പിച്ചു പറയുന്നു സരിത്ത്. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് കുമാർ സഹായിക്കുമെന്ന് എം ശിവശങ്കർ അറിയിച്ചിരുന്നു എന്നും പറയുന്നു. ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരുന്നു. ഈ വാർത്ത പുറത്തുവിട്ടത് ഡാനാണ്. ഡാൻ, ഈ സരിത്തിനോട് ഡാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സരിത്ത് അത് സ്ഥിരീകരിക്കുന്നു. എങ്ങനെയാണ് സ്വപ്ന ബംഗളൂരുവിലെത്തിയതെന്ന്, അതും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടക്കുന്ന സമയത്താണ് എന്ന് പ്രത്യേകം ഓർക്കണം. ആ സമയത്ത് കേരളം വിട്ട് ബംഗളൂരു വരെ സ്വപ്നയും ഈ സന്ദീപ് നായരും എത്തണമെങ്കിൽ അതിൽ ഒരു ഉന്നത സഹായം കൂടിയേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ അതിൽ എം ശിവശങ്കറിന്റെ പേര് മാത്രമാണ് അന്ന് പിന്നീട് സ്വപ്ന പറയുകയും ചെയ്തത്. പക്ഷേ അതിനുമപ്പുറത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു, അതിനുമപ്പുറത്ത് ഒരു നിയന്ത്രണം ആ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് സരിത്ത്. എങ്ങനെയാണ് ഇത് പദ്ധതി പ്ലാൻ ചെയ്തത് ഡാൻ? എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഇവർക്ക് ഇത്രയധികം ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ വാർത്താമാധ്യമങ്ങളിലൂടെ സ്വപ്ന സുരേഷിന്റെ അടക്കം ചിത്രങ്ങൾ തുടർച്ചയായി ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഇവർ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ബംഗളൂരുവിലേക്ക് എത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ മുതൽ ഉയർന്നു കേൾക്കുന്നതായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ, വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവർ ബംഗളൂരുവിലേക്ക് പോയത്, ആരാണ് അവർക്ക് സഹായം ചെയ്ത് നൽകിയത് എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായൊരു സ്ഥിരീകരണവുമായി യുഎഇ കോൺസുലേറ്റിലെ മുൻ PROയും സ്വപ്ന സുരേഷിന്റെ അടുത്ത സുഹൃത്തുമായ സരിത്ത് PS രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ സരിത്ത് പറഞ്ഞു വെക്കുന്നത് എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നിന്ന് അവർ വർക്കല ഭാഗത്തേക്കാണ് സ്വപ്നയും സന്ദീപ് നായരും അടക്കം ആദ്യം പോകുന്നത്. ആദ്യം വാണ്ടർ ചെയ്യുകയായിരുന്നു, അലഞ്ഞു തിരിയുകയായിരുന്നു. അവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്നതിനിടയിൽ വാഹനം വർക്കലയിലെ ഒരു റിസോർട്ടിലേക്ക് കയറ്റാൻ നിർദ്ദേശം ലഭിക്കുന്നു എം ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഈ റിസോർട്ടിലേക്ക് വാഹനം എത്തുന്നു. അവർക്കൊപ്പം അവരുടെ വക്കീലുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും 3 മുറികളിൽ താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്നതിനിടയിൽ ഈ വക്കീല് അദ്ദേഹത്തെ മറ്റ് സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകാൻ പോകാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ആ മുറിയിൽ തന്നെ ഉപേക്ഷിച്ച് പെട്ടെന്ന് സന്ദീപ് നായരും സ്വപ്നയും അവിടെ നിന്ന് ശിവശങ്കർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് യാത്ര തിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ കൃത്യമായി അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് പറഞ്ഞു കൊടുത്തത് എം ശിവശങ്കറിന് എം.ആർ. അജിത് കുമാർ ആണ് എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളോട് സരിത് PS വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് പൂജപ്പുര ജയിലിൽ വെച്ച് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ
അതായത് ED പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നു, സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നുവെന്ന് എഴുതി നൽകണമെന്ന് പൂജപ്പുര ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടു. അതിന് വഴങ്ങിയില്ല എങ്കിൽ സരിത്തിന്റെ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന കാര്യവും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നു. അപ്പോഴും വഴങ്ങുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന സന്ദീപ് നായർ, ഒപ്പമുണ്ടായിരുന്ന ഈ സരിത്തിനൊപ്പം PS സരിത്തിനൊപ്പം പൂജപ്പുര ജയിലിൽ അപ്പം ഉണ്ടായിരുന്നത് സന്ദീപാണ്. സ്വാഭാവികമായി സന്ദീപും പറയുന്നു അങ്ങനെ എഴുതി നൽകുക എന്ന്. പക്ഷേ എഴുതി നൽകാൻ സരിത്ത് തയ്യാറാകുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ സരിത്തിന് നേരിടേണ്ടി വരുന്നു. അതോടൊപ്പമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശിവശങ്കർ ഈ സ്വപ്ന സുരേഷിനോടും സരിത്ത് PS-നോടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അജിത്ത് നോക്കിക്കൊള്ളും, അജിത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന നിർദ്ദേശം അവർക്ക് ധൈര്യത്തിന്റെ രൂപത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ കൂടി നമ്മളിലൂടെ പങ്കുവെക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും നമുക്ക് ആ വെളിപ്പെടുത്തൽ കൂടുതൽ ചിത്രങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും തേടേണ്ടതുണ്ട്. ഡാൻ തുടരണം, ഒപ്പം VV വിനോദുമുണ്ട്. നമുക്ക് തിരികെ എത്താം വളരെ വേഗത്തിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പിന്നാലെ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ADGP ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകി. എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് K മുരളീധരൻ. കൂടിക്കാഴ്ചയ്ക്ക് പൂരം കലക്കലുമായി ബന്ധമെന്നും ആരോപണം. PV അൻവർ MLA-യുടെ മൊഴിയെടുക്കും. നടപടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ. മൊഴിയെടുക്കുന്നത് തൃശൂർ DIG. വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകി. ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് ആരോപണം ഉന്നയിപ്പിച്ചതെന്ന് പരാതി. പരാതി നൽകിയത് മലപ്പുറം SP-ക്ക്. സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ. വിവിധ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഓയൂർ തട്ടിക്കൊണ്ടുപോകലിൽ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകി പോലീസ്. നടപടി കുട്ടിയുടെ പിതാവ് ന്യൂസ് 18-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ. കേസ് കോടതി ഇന്ന് പരിഗണിക്കും. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ADGP ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. സ്വപ്ന സുരേഷിന് ബംഗളൂരുവിലേക്ക് കടക്കാൻ ലോക്ഡൌൺ സമയത്ത് വഴിയൊരുക്കിയത് അത് ADGP MR അജിത് കുമാർ ആണ് എന്നുള്ള ഒരു വിവരം പങ്കുവയ്ക്കുകയാണ്, വെളിപ്പെടുത്തൽ നടത്തുകയാണ്. സ്വർണ്ണക്കേസിലെ പ്രതിയായിട്ടുള്ള PS സരിത്ത് വ്യക്തമാക്കുന്നു, അന്ന് MR അജിത് കുമാറാണ് കൃത്യമായി ആദ്യം വർക്കലയിലേക്കും പിന്നീട് ബംഗളൂരുവിലേക്കും പോകാനുള്ള വഴി അത് ഓരോ സമയത്തും ഒരു തടസ്സവുമില്ലാതെ, ഒരു തരത്തിലും പോലീസിന്റെ പരിശോധനയില്ലാതെ ബംഗളൂരുവിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഉന്നത ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും സംശയം. പക്ഷേ അതിന്റെ ആസൂത്രണം അത് എവിടെ നിന്നായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഡാൻ കുര്യനാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നതും ഡാനാണ് സരിത്തുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചതും ഡാനോടാണ് വെളിപ്പെടുത്തിയതും. ഡാൻ ഈ പറയുന്നത് പോലെ അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. ഉത്തരം കിട്ടാത്ത മട്ടിൽ എങ്ങനെ കടക്കാൻ സാധിച്ചു ബംഗളൂരുവിലേക്ക് എന്നുള്ളതിൽ അതിൽ വ്യക്തത ADP MR അജിത് കുമാർ കൃത്യമായി പ്ലാൻ ചെയ്ത് ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇതിന്റെ ഒരു റൂട്ട് എന്താണ് ഡാൻ? ഈ ആദ്യം MR അജിത് കുമാർ ശിവശങ്കറോട് സംസാരിക്കുന്നു, ശിവശങ്കർ സന്ദീപ് നായരോട് സംസാരിക്കുന്നു, അതുപ്രകാരം വണ്ടി നീങ്ങുന്നു എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്ക് ചേർത്ത് വായിക്കാൻ. അതായത് ഈ നേർക്ക് ADGP MR അജിത് കുമാർ സ്വപ്നയെയോ സരിത്തിനെയോ സന്ദീപ് നായരെയോ നേരിട്ട് ഫോണിൽ വിളിക്കുന്നില്ല. അങ്ങനെ അവർ ആരും അവകാശപ്പെടുന്നുമില്ല. MR അജിത് കുമാറും ശിവശങ്കറും തമ്മിൽ, മുഖ്യമന്ത്രിയുടെ അപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. അത് ഔദ്യോഗിക ചുമതലകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ആത്മബന്ധമായിട്ടുണ്ടായിരുന്നു എന്നാണ് സരിത്ത് നമ്മളോട് പങ്കുവെക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായാൽ
അജിത്തിനോട് പറഞ്ഞാൽ മതി എന്ന് ശിവശങ്കർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സരിത്ത് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടാകുന്നു. ഈ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലേക്ക് സരിത്താണ് ആദ്യം, അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയെന്ന വലിയ വെളിപ്പെടുത്തലിന് പിന്നാലെ സരിത്തിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സ്വപ്ന സുരേഷും അവരുടെ അഡ്വക്കേറ്റും അതോടൊപ്പം സന്ദീപ് നായറും ഒരുമിച്ച് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവർ കുഞ്ഞുമായി യാത്ര തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെയാണ് യാത്ര. ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞത് തന്നെ എം ശിവശങ്കർ ആണ്. അങ്ങനെ ഇവർ യാത്ര തിരിക്കുന്നതിനിടയിൽ അലഞ്ഞു തിരിയുകയാണ്. അതിനിടയിൽ കൃത്യമായ നിർദ്ദേശം എത്തുന്നു എം ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് വർക്കലയിലേക്ക് പോകാൻ. അങ്ങനെ വർക്കലയിലെ ഒരു റിസോർട്ടിൽ 3 പേരും വിവിധ റൂമുകളിലായി താമസിക്കുന്നു. അവിടേക്ക് എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ അടുത്ത നിർദ്ദേശം എത്തുന്നു അവിടെ നിന്ന് മൂവ് ചെയ്യാൻ. ആ മൂവ് ചെയ്യാൻ നിർദ്ദേശമെത്തിയതും അവിടെ നിന്ന് ഏത് വഴിയിലൂടെ സുരക്ഷിതമായി ബംഗളൂരുവിലേക്ക് കടക്കാമെന്ന നിർദ്ദേശം എം ശിവശങ്കറിന് കൈമാറിയത് ADGP ആയിരുന്ന വിജിലൻസ് മേധാവിയായിരുന്ന MR അജിത് കുമാറാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സരിത്ത് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യം, വിജിലൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന MR അജിത് കുമാറിന് ഈ കേസിൽ നേരിട്ട് ഇടപെടുന്നതിനുള്ള ഒരു ഔദ്യോഗികമായ സാധ്യതകളുമില്ല. മറ്റു തരത്തിലുള്ള ഒരു നടപടികളുടെ പേരിലും അജിത് കുമാർ ഈ കേസിൽ ഇൻവോൾവ് ആകേണ്ട ആളുമല്ല. അവിടെ ഈ സരിത്ത് ഈ സംഭാഷണം തുടങ്ങുന്ന സമയത്ത് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ സംഘം വിജിലൻസിന് ആണ് മൊബൈൽ കൈപ്പറ്റിയിരിക്കുന്നുവെന്ന് എഴുതി നൽകുമെന്ന്. അതായത് ഈ കേസിൽ വിജിലൻസുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളുമില്ല. നേരത്തെ വിജിലൻസ് സരിത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല. വിജിലൻസിൽ പക്കൽ സരിത്തുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല. പിന്നെ എന്തിനാണ് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി കൊടുത്തതിന് പിന്നാലെ അതിലെ വിശദാംശങ്ങൾ എന്താണെന്നറിയാൻ വിജിലൻസ് സംഘം എന്ന രൂപേണ ഒരു സംഘം ആളുകൾ പാലക്കാട് ഈ ഫ്ളാറ്റിലെത്തി സരിത്തിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഫോൺ കൈവശപ്പെടുത്തുന്നു. അപ്പോൾ മുതൽ തന്നെ ദുരൂഹത ഉണർത്തുന്ന ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന്റെ വിവാദം വലിയ തരത്തിലേക്ക് വ്യാപിച്ചതിന് പിന്നാലെയാണ് MR അജിത് കുമാറിനെ, അതായത് ഷാജ് കിരണുമായി തുടർച്ചയായി ഫോണിൽ സംസാരിക്കുന്നുവെന്ന കോൾ ഡേറ്റ റെക്കോർഡുകൾ പുറത്തു വന്നതിന് പിന്നാലെ MR അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റുന്നത്. സ്വാഭാവികമായി അങ്ങനെ അച്ചടക്ക നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ 3 മാസങ്ങൾക്ക് ഇപ്പുറം സംസ്ഥാനത്തിന്റെ ഏറ്റവും നിർണായകമായ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പദവിയിലേക്ക് തിരികെ എത്തിയത് എങ്ങനെയാണെന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ് UAE കോൺസുലേറ്റിന്റെ മുൻ PRO ആയിരുന്ന PS സരിത്തിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തുവരുന്നത്. ഡാൻ, ഒപ്പം തന്നെ ഈ സരിത്തിന്റെ അന്നത്തെ യാത്ര, സരിത്തിന്റെ ആ സ്വർണ്ണക്കടത്ത് കേസിലെ പങ്ക് അത് വളരെ നിർണായകമായിരുന്നു. ഒരു കോൺസുലേറ്റിലെ PRO ആയിരുന്ന സരിത്ത് എങ്ങനെ ഇത്രമാത്രം സംഭവങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് പ്രേക്ഷകർക്ക് അതൊരു ഓർമ്മയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. അക്കാര്യങ്ങൾ കൂടി VV വിനോദും പങ്കുചേരുമല്ലോ. തീർച്ചയായിട്ടും വിനോദൊപ്പം എന്നോടൊപ്പമുണ്ട്. ഈ വലിയ വിവാദങ്ങൾക്ക് ശേഷം കേരളം ആകാംക്ഷയോടെ കാത്തിരുന്നു സ്വപ്ന സുരേഷ് എന്ത് വെളിപ്പെടുത്തൽ നടത്തുമെന്നറിയാൻ. ആ വെളിപ്പെടുത്തൽ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വിനോദാണ്. വിനോദ് എന്നോടൊപ്പം ചേരുന്നു. വിനോദ്, വലിയൊരു വെളിപ്പെടുത്തലാണ് സരിത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് അന്ന് ബംഗളൂരുവിലേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിന്നിരുന്ന സമയത്ത് വലിയ സുരക്ഷിതമായി രക്ഷപ്പെട്ട സുഗമമായി എത്താൻ കഴിഞ്ഞുവെന്നത് എങ്ങനെയെന്ന ചോദ്യം നമ്മളടക്കം എല്ലാവരും പരസ്പരം പങ്കുവെച്ചതാണ്. അതിന് കൃത്യമായ ഒരു ഉത്തരം സരിത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ കേസ് ഉണ്ടാകുന്ന സമയത്ത്? ഡാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കേസ് വരുന്നു. അതിനുശേഷം സ്വപ്ന സുരേഷിന്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ ന്യൂസ് 18 ആയിരുന്നു. അന്ന് സ്വപ്നയുടെ ഇന്റർവ്യൂ എടുത്തത് ഞാനാണ്. അന്ന് സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അവിടെ ADGP അജിത് കുമാറിനോ അല്ലെങ്കിൽ ശിവശങ്കറിനോ ഒക്കെ ഒരു ഡിഫൻസിന് പോലും സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവരന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. ഡാൻ പറഞ്ഞതുപോലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിൽക്കുന്ന സമയം ഒരുപക്ഷെ അഫിഡവിറ്റുകൾ കൊടുത്താൽ പോലും നമുക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോഴാണ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലകൾ കടന്നു പോകുന്നു എന്ന്. ഒരു നിമിഷം, ഇപ്പോൾ സ്വപ്ന സുരേഷ് തന്നെ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. സ്വപ്ന, സരിത്ത് വെളിപ്പെടുത്തുന്നത് അന്ന് നിങ്ങളുടെ യാത്രയ്ക്ക് വഴിയൊരുക്കിയത്, ബംഗളൂരുവിലേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് പോകാൻ വഴിയൊരുക്കിയത് അത് കൃത്യമായും MR അജിത് കുമാർ ആണ് എന്നാണ്. അത് അങ്ങനെ തന്നെയല്ലേ? വെൽ, ഇവിടുന്ന് ജൂലൈ 5-ാം തീയതി ഈ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സരിത്ത് ഈ ബാഗേജിന്റെ ഓണറായ റാഷിദ് ഹമീദ് അൽ ഷമേലി എന്ന് പറയുന്ന ചാർജ് അഫയേഴ്സുമായിട്ട് കസ്റ്റംസിൽ പോയതിനു ശേഷം 5 o'clock in the evening there was no news what is happening. അപ്പോ ഞാൻ ശിവശങ്കർ സാറിനെ വിളിച്ചു, നമ്മളുടെ എക്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി.
പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ച് ഞാൻ എന്താ കസ്റ്റംസിലോട്ട് പോവാണ്, എല്ലാവരെയും അവിടെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്, സോ ഐ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, യു ഇമ്മീഡിയറ്റ്ലി ലീവ് ട്രിവാൻഡ്രം. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ലോക്ക്ഡൌൺ, ഹൗ ദ ഹെൽ വിൽ ഐ ട്രാവൽ, ബിക്കോസ് ഐ ഹാവ് ഫാമിലി, ഐ കനോട്ട് ഗോ എനിവെയർ അലോൺ. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ദെൻ ജയശങ്കർ ആൻഡ് മൈ 2 കിഡ്സ്, വക്കീല്, എല്ലാവരുമായിട്ട് സന്ദീപ് സരിത്തിന്റെ വീട്ടിലാണ് ആ സമയത്ത് ഞാൻ നിന്നത്. ബിക്കോസ് അവിടെ അച്ഛനും അമ്മയും ആകെ പ്രശ്നത്തിലായിരുന്നുണ്ട്. അവിടെ നിന്ന് ശിവശങ്കർ സാർ പറയുന്ന രീതിക്ക്, ശിവശങ്കർ സാർ ചെയ്ത രീതിക്ക് ഞാൻ സന്ദീപിന്, അത് കഴിഞ്ഞതിന് ശേഷം സന്ദീപ് എന്റെ ഫോണെല്ലാം പിടിച്ചു വാങ്ങിച്ച്, ഐ ഹാഡ് നോ കണക്ഷൻ, എനിക്കോ എന്റെ കുടുംബത്തിനോ പുറലോകമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു. പിന്നെ സന്ദീപിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ എം ശിവശങ്കർ സാറിൻ്റെതായിരുന്നു. അത് എം ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ADGP വിജിലൻസ് ദെൻ മിസ്റ്റർ MR അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ ഐ വാസന്റ് വെരി ഷുവർ, ഓർ ഐ ഡിഡ്ന്റ് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി, സോ ഐ നെവർ വാണ്ടഡ് ടു ബ്രിങ് ഹിസ് നെയിം. All I know or trusted was ശിവശങ്കർ സാർ. അല്ല, സ്വപ്നയോട് അന്ന് സന്ദീപ് പറഞ്ഞിരുന്നു അജിത് കുമാർ ആണ് ഈ ഇത്തരത്തിൽ റൂട്ട് പറഞ്ഞു തരുന്നതെന്ന്, അല്ലെ? ശിവശങ്കർ സാറിനെ ഗൈഡ് ചെയ്യുന്നത് പോലീസ് ഫോഴ്സിൽ നിന്നും ഈ ഒരു വ്യക്തിയാണെന്ന് 1-2 പ്രാവശ്യം ഇങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഒരിടവും നമുക്ക് ചെക്കിംഗ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ നെയിം അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടും ഇല്ലായിരുന്നു. എനിക്കത്ര, ഞാൻ ആ ഒരു മാനസിക അവസ്ഥയിലല്ല. ഞാൻ ശിവശങ്കർ സാറിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമേ അതിന് കീഴടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൂ. പക്ഷെ കസ്റ്റഡിയിൽ വെച്ച് പല പ്രാവശ്യം സരിത്തിന് നടന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്നതെന്ന് സന്ദീപ് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സരിത്ത് എന്നോട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടല്ലെങ്കിൽ ഞാൻ സ്വയം അത് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഐ ഡിഡ് നോട്ട് സേ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ മാനസികാവസ്ഥയിൽ ആര് എന്ത് എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ശിവശങ്കർ സാർ മാത്രം പറഞ്ഞു ഓക്കെ ഞാൻ അവരെ ഒബേ ചെയ്യണം, ബിക്കോസ് അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാൾ പ്രവർത്തിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ സഹായിക്കും, ഈ ഒരു വിശ്വാസം, ഈ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷെ സരിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത്തിന്റെ ക്ലിയർ ഇൻഫർമേഷൻ ഒരുപാട് ടോർച്ചർ ജയിലിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട്. ഇവര് അന്ന് ഈ യാത്രയെ പറ്റി പലവട്ടം പിന്നീട് മാധ്യമങ്ങൾക്ക് ചോദിച്ചപ്പോഴും അതിൽ എം ശിവശങ്കറിന്റെ പങ്കിനെ പറ്റി സ്വപ്ന പറഞ്ഞിരുന്നു. പക്ഷേ ഈ MR അജിത് കുമാറിന്റെ പേര് എന്തുകൊണ്ടാണ് സ്വപ്നയ്ക്ക് അന്ന് പറയാൻ കഴിയാതെ പോയത്? ഐ ടോൾഡ് യു, ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് റിക്കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ആ മാനസികാവസ്ഥയിലല്ല. ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയോ ഞാൻ എന്തെങ്കിലും ഒരു വലിയ ഒഫൻസ് ചെയ്തിട്ട് മുങ്ങാൻ ശ്രമിക്കുന്ന ക്രിമിനൽ ചിന്താഗതിയോടെ പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എന്റെ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ ഞാൻ ശിവശങ്കർ സാർ പറഞ്ഞതിന്റെ പേരിൽ കസ്റ്റംസിൽ ഹാജരാവാതെ നാട് വിടുക, ഒരു തുണി പോലും എടുക്കാതെ. എന്തിനാണ്, എങ്ങോട്ടാണ്, ഇതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഐ എം എ വുമൻ. ഞാൻ ഒരു ആളിനെ കുത്തിക്കൊന്നിട്ട് ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് സ്മഗ്ലിംഗ് ചെയ്ത് കോടികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ മുങ്ങുന്നതല്ല. എന്നെ മനഃപൂർവ്വം ഇവിടെ നിന്ന് മാറ്റുക, ബിക്കോസ് ദേ നീഡഡ് എ സ്കേപ്പ് ഗോട്ട്. ആൻഡ് എനിക്കറിയില്ല, ഞാൻ എന്റെ 2 മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഞാൻ വേറെ എന്താണ് ചിന്തിക്കേണ്ടത്? അപ്പൊ ഇപ്പം മിസ്റ്റർ MR അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ദിസ് വാസ് ദ ജെന്റിൽമാൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് MR അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് HRDS ജോലി നഷ്ടപ്പെട്ടു, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, എന്റെ പേരിൽ കേസും ഉണ്ടായി. അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു MR അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. ശരി, ഇപ്പോൾ സ്വപ്നയ്ക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ശിവശങ്കറിന് നിർദ്ദേശങ്ങൾ നൽകിയത് MR അജിത് കുമാർ ആണെന്ന്? 100%. 100% MR അജിത് കുമാർ ആണ് ശിവശങ്കറിന് വഴി പറഞ്ഞു നൽകിയത്, അല്ലേ? ബിക്കോസ് ശിവശങ്കർ സാർ വീട്ടിലിരുന്നുകൊണ്ടും ഓഫീസിലിരുന്നുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ റോഡിൽ ഇറങ്ങിയോ പോലീസുകാര് ഏതൊക്കെ ചെക്ക് പോസ്റ്റിൽ ഏതൊക്കെ ടീമാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പുള്ളിക്കാരൻ ചെയ്യാറില്ല. നമ്മളെ ഫാമിലിയിൽ എന്താവശ്യം ലീഗലി പോലീസ് ആണെങ്കിലും ഏത് രീതിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും
ശിവശങ്കർ സാറാണ് പോലീസുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ദാറ്റ് ഇസ് ഫാമിലി ഡിസ്പ്യൂട്ട് ആയാലും പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആയാലും ഏത് കാര്യവും. സോ ശിവശങ്കർ സാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വി ടേക്ക് ഇറ്റ് ബ്ലൈൻഡ്ലി, വി ഫോളോ ബ്ലൈൻഡ്ലി. പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്തത് സന്ദീപിന് കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയാം, ബിക്കോസ് പുള്ളിക്കാരനാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. എനിക്ക് ഫോണോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ശിവശങ്കർ സാറിന്റെ അടുത്ത് ആകെ 1-2 പ്രാവശ്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഈ കാറിൽ പോകുന്നതിനിടയിൽ എപ്പോഴെങ്കിലും സന്ദീപും MR അജിത് കുമാറും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അറിയില്ല. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വെളിയിറങ്ങിയാണ് പുള്ളിക്കാരൻ സംസാരിക്കാറ് ഫോണിൽ. സ്വപ്ന കരുതുന്നത് സന്ദീപ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ശിവശങ്കറുമായി മാത്രമാണെന്നാണോ, അതോ ഇടയ്ക്ക് MR അജിത് കുമാറിനെ വിളിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ജെനുവൻ ആണ്. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഐ ആം നോട്ട് ഷുവർ ആരോടൊക്കെ സംസാരിച്ചു എന്ന്. ബിക്കോസ് സന്ദീപിന് ഒരുപാട് സിം കാർഡ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫോൺ ഉണ്ടായിരുന്നു. ആരോട് ഏത് സിമ്മിൽ നിന്ന് സംസാരിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഒരു കൊച്ചിനിലെത്തിക്കഴിഞ്ഞു, വേറെ 2 റൂം, നമ്മൾ രണ്ട് റൂമിലാണ്. ബാംഗ്ലൂരിൽ എത്തിയപ്പോഴും 2 റൂമിലാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഓപ്പറേഷൻസ് ആരോഗ്യമൊക്കെ ആയിട്ട് ഡയറക്ട്ലി ഉണ്ട് അല്ലെങ്കിൽ സംസാരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പായ കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ ഐ വിൽ ടെൽ യു. ദാറ്റ്സ് ഓൾ. ശരി, ഇനി ബംഗളൂരുവിലേക്കുള്ള അന്നത്തെ യാത്രയുണ്ടല്ലോ, അന്ന് ആ ബംഗളൂരു പ്ലാനിലായിരുന്നെങ്കിൽ വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു? വെൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവസാനം അറിയിപ്പിച്ചത് ബാംഗ്ലൂർ, മുംബൈ ടു നാഗാലാൻഡ്. ഇത്ര എനിക്കറിയാവൂ. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോ I told my ex-husband to get a mobile from somewhere and a SIM so that I can contact one of these authorities and surrender, because I cannot take this blackmailing and this kind of torture, mental torture. Rather surrender and go and say the truth. അപ്പോഴത്തേക്കാണ് NIA വരുന്നതും. അതിന്റെ പിന്നിൽ എന്തൊക്കെ കളിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതായിരുന്നു അവരുടെ പ്ലാൻ. ബാംഗ്ലൂരിൽ നിന്നും നാഗാലാൻഡ് വരെ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. എന്റെ മക്കളെയും ഫാമിലിയൊക്കെ ഉപേക്ഷിച്ചിട്ട്. സ്വപ്ന നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് അവിടെ വെച്ച് സ്വപ്നം തീർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാം എന്റെ തലയിൽ വരുമല്ലോ. ഒന്നീ മിസ്സിംഗ് പോയെന്ന് പറയും, അല്ലെങ്കിൽ ഐ കമ്മിറ്റഡ് സൂയിസൈഡ് ഓർ മർഡർ വാട്ട് എവർ, ഐ ഡോണ്ട് നോ. ഓക്കെ, ഈ കോൺസുലേറ്റിൽ ഉണ്ടായിരുന്ന സമയത്തോ അല്ല അതിന് പിന്നീടോ എപ്പോഴെങ്കിലും അജിത് കുമാറായി MR അജിത് കുമാറുമായി ഡയറക്റ്റ് സ്വപ്നം സംസാരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, എനിക്ക് ഈ വ്യക്തിയായിട്ട് ഒഫീഷ്യലി സംസാരിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് യൂഷ്വലി ഐ ഡോണ്ട് റിമെമ്പർ നെയിംസ്. ബിക്കോസ് ഞാൻ എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ഒരു ദിവസം എത്ര പേരെടുത്ത് സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഒരു സ്പെസിഫിക് ആവശ്യത്തിനായിട്ട് ഇദ്ദേഹത്തിന് ഞാൻ പേഴ്സണലി ഞാൻ എപ്പോഴും ശിവശങ്കർ സാറിനെ വിളിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ കോൾ ശിവശങ്കർ സാർ ബിക്കോസ് ചീഫ് മിനിസ്റ്റർ തന്ന പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ് ശിവശങ്കർ സാർ. അല്ല, അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ലോ, പതിവായി ബന്ധപ്പെടുന്ന ഒരു സാധാരണക്കാരനല്ലോ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അതെ, അപ്പോൾ ഓർമ്മയിൽ വെക്കുമല്ലോ ഉറപ്പായും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഹി മേ ബി എ പോലീസ് ഓഫീസർ, ബട്ട് ഫോർ മീ ഹൂ ഇസ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട്? ശിവശങ്കർ. അതിന്റെ മേലെ വരില്ലല്ലോ. ബിക്കോസ് ശിവശങ്കർ സാർ എന്ന് പറയുന്നത് ആരാണ്? പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ CMന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അപ്പൊ അതിന്റെ അപ്പുറം എനിക്ക് ബാക്കിയുള്ളവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. പേഴ്സണലി എനിക്ക് ഈ വ്യക്തിയെ അറിയില്ല, MR അജിത് കുമാറിനെ പേഴ്സണലി അറിയില്ല. ഓക്കെ, ഒരു കാര്യം കൂടി സ്വപ്ന, ഈ ബംഗളൂരുവിലേക്കുള്ള ആ യാത്ര പോകണം എന്ന് നിർദ്ദേശം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ കസ്റ്റംസിന് മുന്നിൽ കീഴടങ്ങുക, അങ്ങനെ എന്തെങ്കിലും ആലോചന സ്വപ്നയ്ക്കുണ്ടായിരുന്നു? ഞാൻ ശരത്തിന്റെ വീട്ടിൽ നിന്ന് എന്റെ കാറിലോട്ട് കയറുന്നത് കസ്റ്റംസിൽ പോയിട്ട് എനിക്കറിയാന്നുള്ള സത്യങ്ങൾ പറയാനായിരുന്നു. ബട്ട് ദെൻ എന്റെ ഒരു ഗതികേടാണോ, എനിക്ക് എന്റെ ഒരു വിധിയാണോ, ഞാൻ അന്നേരം ശിവശങ്കർ സാർ ഫോൺ വിളിച്ചു പറഞ്ഞു, ഡോണ്ട് ഗോ എനിവെയർ, ജസ്റ്റ് ഐ വിൽ ഡയറക്ട് സന്ദീപ്, യു ഫോളോ ഹിം, ലീവ് ഇമ്മീഡിയറ്റ്ലി. ഐ വാസ് ഗോയിങ് ടു ദ കസ്റ്റംസ് ബിക്കോസ് എല്ലാ സ്റ്റാഫിനെയും അവര് 5 മണിയായപ്പം അവിടെ വിളിച്ചു മൊഴിയെടുക്കാൻ വേണ്ടി. എനിക്ക് പോകേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവർ സമ്മതിച്ചില്ല. ആൻഡ് ദെൻ ഐ ബിക്കേം ദ കിങ് പിൻ ഫോർ എൻറ്റയർ ഒഫൻസ്. I don't want to recall all these things because
it's very, very torturing to remember all these things. സ്വപ്ന അറിയാം എങ്കിൽ പോലും നമ്മൾക്ക് ഈ അജിത് കുമാറിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു സരിത്ത് നൽകിയത്. ഇതുവരെയും ആ ഒരു കാര്യം നമുക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല, എങ്ങനെ ഇത്ര സുഗമമായി യാത്ര ചെയ്തു എന്ന്. ആ യാത്രക്കിടയിൽ പോലീസ് ഒരിക്കൽ പോലും കൈ കാണിച്ചില്ല എന്നാണോ, അതോ പോലീസ് പരിശോധിക്കാൻ വന്നു അപ്പോൾ ഒരു നിർദ്ദേശം ലഭിച്ച മട്ടിൽ മാറി നിൽക്കുകയായിരുന്നു? ഒരിക്കൽ പോലും ഒരു ഹാസലോ ഒരു ഡിഫിക്കൽട്ടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് നമ്മൾ രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന പോലെയാണ് അന്നേ ദിവസം പകല് സഞ്ചരിച്ചത്. എല്ലായിടത്തും പോലീസ് ഉണ്ടായിരുന്നു, ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബട്ട് നോബഡി സ്റ്റോപ്പ് മൈ കാർ. എന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിരുന്ന കാറിലാണ് ഞാൻ യാത്ര ചെയ്തത്. വേറൊരു ഡിസ്ഗൈസ് വണ്ടിയിലോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും ഒളിച്ചൊന്നും അല്ല പോയത്. വളരെ നോർമൽ ആയിട്ടാണ് പോയത്, സമയമെടുത്താണ് പോയത്. ഓക്കെ, മറ്റു വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനം വളരെ കൂളായി കടത്തിവിടുകയായിരുന്നു. നമ്മളെ വണ്ടി ഒരു കാരണവശാലും ഒരിടത്തും സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടില്ല, നോക്കിയിട്ടുമില്ല. വി ജസ്റ്റ് ഡ്രോവ് ഓർ വി ജസ്റ്റ് ട്രാവൽഡ് സ്മൂത്ത്ലി. ദാറ്റ്സ് ഓൾ. ഈ കോവിഡ് കാലഘട്ടമായിരുന്നില്ല, അപ്പോൾ പാസ് എടുക്കണമായിരുന്നല്ലോ. പാസ് എടുത്തിരുന്നില്ലേ സ്വപ്നയുടെ പേരിൽ? ഇല്ല, പാസ് എടുത്തു എന്ന് തോന്നുന്നു സന്ദീപ്. പക്ഷെ ആ പാസിൽ എന്റെ പേരില്ല. സ്വപ്നയുടെ പേരില്ല? ഇല്ല. പിന്നെ സന്ദീപിന്റെ പേര് പിന്നെ ആരൊക്കെയായിരുന്നു? ജയശങ്കർ. ഹലോ, ജയശങ്കർ ആൻഡ് മൈ ചിൽഡ്രൻ. അപ്പോൾ സ്വപ്നയുടെ പേര് മാറ്റി നിർത്തി? യെസ്. അതാണോ ഈ തന്നെ അപായപ്പെടുത്താനാണ് ശ്രമം എന്ന് സംശയിക്കാൻ സ്വപ്ന? 100%. ഈ ബംഗളൂരുവിൽ എത്തിയ ശേഷം പിന്നീട് എങ്ങോട്ട് എന്നുള്ള ഒരു നിർദ്ദേശം ശിവശങ്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ? അപ്പോൾ അതായത് അതിനുശേഷം എന്ത് വേണം എന്നുള്ളത് അജിത് കുമാറിന് ഒരു പങ്കുണ്ടോ എന്നറിയാനാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുന്നിൽ വെച്ച് സന്ദീപ് പിന്നെ സംസാരിക്കാറില്ല. ഫോണ് അപ്പുറത്തും, അദ്ദേഹം വേറെ റൂമിലാണ്. അവിടെ വെച്ചാണ് ശിവശങ്കർ സാറുമായിട്ട് സംസാരിക്കുന്നതും. ആൻഡ് ഐ തിങ്ക് NIA വന്നതും ഇവരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് NIA വന്നതെന്നാണ് എന്റെ വിശ്വാസം. ബിക്കോസ് ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ഫോൾഡഡ് പോലെ, എനിക്കൊന്നും അറിഞ്ഞൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ, TV പോലും ഓൺ ചെയ്യാൻ അനുവദിക്കാതെ, ന്യൂസ് പോലും ഐ നീഡ് ടു അപ്ഡേറ്റ് മൈ സെൽഫ്. അപ്പോഴല്ലേ എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ. കംപ്ലീറ്റ്ലി നോ കണക്ഷൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അതുപോലെയാണ് എന്നെ ടോർച്ചർ ചെയ്തത് സന്ദീപ്. അത്രമാത്രം എന്നെ ടോർച്ചർ ചെയ്തു. ശിവശങ്കർ സാറാണ് എല്ലാം ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. എന്റെ ജീവിതം നശിപ്പിച്ചതും അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർ അനുസരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്വപ്ന, ഈ ശിവശങ്കറും MR അജിത് കുമാറും വളരെ പേഴ്സണലി ബന്ധമുള്ള ആളുകൾ തന്നെ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നില്ലേ സ്വപ്നയ്ക്ക്? 100%. പോലീസ് ഫോഴ്സിലുള്ള DGP മുതലുള്ള എല്ലാവരുമായിട്ട് വളരെ കാഷ്വൽ ആൻഡ് സ്ട്രോങ് ബന്ധമാണ്. ഈ അജിത് കുമാറിന്റെ കാര്യം പറയാറുണ്ടായിരുന്നോ ശിവശങ്കർ? Sorry, I think I've answered to all the questions, so thank you very much. റൈറ്റ്, ശരി. സ്വപ്ന സുരേഷാണ് പ്രതികരിച്ചത്. വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലായിരുന്നു സരിത്തിന്റേത്. ആ സരിത്തിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുകയാണ് സ്വപ്ന ഇപ്പോൾ ചെയ്തത്. അന്ന് MR അജിത് കുമാറാണ് ശിവശങ്കറിന് നിർദ്ദേശങ്ങൾ നൽകിയത്. ശിവശങ്കർ ആ നിർദ്ദേശങ്ങൾ സന്ദീപിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ റീകളക്ട് ചെയ്യുന്നു, ഓർമ്മിച്ചെടുക്കുന്നു എന്ന് സ്വപ്ന സുരേഷ് ന്യൂസ് 18 വ്യക്തമാക്കുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ പുറത്തുവിട്ട വാർത്തയ്ക്ക് ആ യാത്രയിലുണ്ടായിരുന്ന സ്വപ്ന തന്നെ ഒരു സ്ഥിരീകരണം നൽകുകയാണ്. അത് MR അജിത് കുമാറിന്റെ പദ്ധതിയായിരുന്നു. MR അജിത് കുമാറാണ് ആ റൂട്ട് ഒരുക്കിയത്. ഒരിക്കൽ പോലും വണ്ടി തടയാത്ത വിധത്തിൽ സ്വന്തം രജിസ്ട്രേഷനുള്ള വാഹനം അത് മുന്നോട്ട് പോകുമ്പോൾ പോലും ഒരിക്കലും ഒരു തടസ്സമോ ഒരു ഹാസിലും ഉണ്ടായില്ല എന്ന് സ്വപ്ന പറയുമ്പോൾ അതിൽ വ്യക്തമാണ് അജിത് കുമാറിന്റെ പങ്ക്. ഉറപ്പായും അജിത് കുമാറാണ് അതിന് വഴിയൊരുക്കിയത് എന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കാം നമുക്കിവിടെ. ഈ ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം MR അജിത് കുമാറും ശിവശങ്കറും തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഇത് ചേർത്ത് വായിക്കണ്ടേ? സ്വാഭാവികമായിട്ട് അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും ക്രമസമാധാന ചുമതലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസ് ഫോഴ്സുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഔദ്യോഗിക പദവിയിലായിരുന്നില്ല ആ സമയത്ത് MR അജിത് കുമാർ ഉണ്ടായിരുന്നത്. അദ്ദേഹം വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു.
അങ്ങനെ വിജിലൻസിന് തലപ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ട് ഗതാഗതം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ട്രിപ്പിൾ ലോക്ഡൌൺ സമയത്ത് കൃത്യമായ സുരക്ഷ ഒരുക്കുന്ന വലിയ തരത്തിൽ പരിശോധനകൾ നടത്തുന്ന പോലീസ് ഫോഴ്സിനെ മുഴുവൻ ആ ഒറ്റ നിമിഷം കൊണ്ട്, അതായത് ഈ പറഞ്ഞ പൊടുന്നനെ തന്നെ അവർ യാത്ര തിരിക്കുന്നു. യാത്ര തിരിച്ച് ഇവിടെ നിന്ന് ആദ്യം വർക്കലയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പിന്നീട് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് പോകുന്നു. പോകുന്ന എല്ലാ വഴികളിലും പകൽ സമയത്ത് കർശനമായ പരിശോധന ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ തുടർച്ചയായി നടക്കുന്നു. അത്രയും സ്ഥലങ്ങളിൽ സ്വപ്ന സുരേഷിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്വന്തം വാഹനത്തിൽ അവരെ ഒരു പരിശോധനയ്ക്കും ഒരു ചെക്കിങ്ങിനും വിധേയമാക്കാതെ എങ്ങനെ ഇത്രയധികം ദൂരം വാഹനം ഓടിച്ചു പോകാൻ ഈ വാഹനത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ നിർണായകമായ സ്വാധീനം. അതായത് സ്വപ്ന സുരേഷിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ബംഗളൂരുവിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ വൻ ലോബി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉന്നത ബന്ധമുണ്ടായിരുന്നുവെന്ന് കൃത്യമായി ശരിവെക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് സരിത്തിന്റെയും പിന്നീട് സ്വപ്ന സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, എം ശിവശങ്കറുമായി മാത്രം ബന്ധപ്പെട്ട ഇത്രയധികം നാളുകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിവാദമാണ് ഇപ്പോൾ എം.ആർ. അജിത് കുമാറിലേക്ക്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു ഡയമെൻഷൻ കൊണ്ടുവരികയാണ് സരിത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ, സ്വപ്നയുടെ സ്ഥിരീകരണത്തിലൂടെ. എം.ആർ. അജിത് കുമാർ എന്ന ഒരു കോൺടാക്ട് പോയിന്റ് കൂടി ആ യാത്രയിൽ ആ നീക്കത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാനിലേക്ക് തിരികെ എത്താം.